ഖുതുബ ഓതുമ്പോൾ ചാരിയിരിക്കുന്ന ഒരു ഈന്തപ്പന തടിയുണ്ടായിരുന്നു മുത്തുനബി തങ്ങൾക്ക്. വെള്ളിയാഴ്ച ദിവസം ഖുതുബ ഓതുവാൻ വേണ്ടി പുതുതായി നിർമ്മിക്കപ്പെട്ട മെമ്പറിൽ തിരുനബി കയറിയപ്പോൾ അവിടുത്തെ സ്പർശം നഷ്ടപ്പെട്ടതറിഞ്ഞ ഈന്തപ്പന തടി തേങ്ങി തേങ്ങി കരയുവാൻ തുടങ്ങി. മുത്തുനബി തങ്ങൾ മിമ്പറിൽ നിന്നും ഇറങ്ങി വന്ന് അതിനെ തലോടിക്കൊണ്ട് സമാധാനിപ്പിച്ചു. തിരുനബി ചോദിച്ചു, വേണമെങ്കിൽ നിന്നെ പഴയതുപോലെ ഒരു ഈന്തപ്പനയായി ഈ ഭൂമിയിൽ നട്ടുപിടിപ്പിക്കാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഭക്ഷിക്കുന്ന ഒരു മരമായി നട്ടുപിടിപ്പിക്കാം. ആ ഈന്തപ്പന തടി ഈ ദുനിയാവ് ഉപേക്ഷിച്ച് സ്വർഗം തെരഞ്ഞെടുത്തു. മുത്തുനബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ ഈ ഈന്തപ്പനയെ സമാധാനിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവസാന നാൾ വരേക്കും സങ്കടപ്പെട്ടുകൊണ്ട് കരയുമായിരുന്നു. ഷാഫിഈ ഇമാം അംർ ഇബ്നു സവാദ് എന്നവരോട് പറയുന്നുണ്ട്, മുത്തുനബിക്ക് അള്ളാഹു നൽകിയതുപോലൊരു അനുഗ്രഹവും മറ്റൊരു നബിക്കും നൽകിയിട്ടില്ല. അംർ തങ്ങൾ ചോദിച്ചു, മരിച്ചവരെ ജീവിപ്പിക്കുവാനുള്ള കഴിവ് ഈസാ നബിക്ക് അള്ളാഹു നൽകിയില്ലേ? ഷാഫിഈ ഇമാം പറഞ്ഞു, തിരുനബിക്ക് അള്ളാഹു നിർജീവിയായ ഈന്തപ്പന തടിയുടെ കരച്ചിൽ നൽകിയിട്ടുണ്ട്. ഫഹാദ അക്ബറു മിൻ ദാലിക്, ഇതല്ലേ അതിലേറെ വലുത്?